ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 25 പ്രവാചകരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ പ്രശസ്തനാണ് സയ്യിദുനാ ഹൂദ് അലൈഹിസ്സലാം. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വൈലാ ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്, ആദെന്ന ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധകനായി ഹൂദ് നബിയെ നാം നിയോഗിച്ചത്. പക്ഷെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ ലോകർക്ക് മുഴുവനും ഒരു ഗോത്രം, ആ ഗോത്രത്തിലേക്ക് മാത്രം മതി നിങ്ങളുടെ പ്രബോധനം. അതിനപ്പുറവും പോണ്ട ഇപ്പുറവും പോണ്ട, വേറൊരാളെ നിങ്ങൾ നന്നാക്കരുത്. നിങ്ങൾക്ക് കൽപ്പന അവിടത്തേക്ക് മാത്രം. വളരെ ചിന്തിക്കുക, നമ്മുടെ പ്രവാചകരെ മാത്രമാണ് ലോക ജനതയിലേക്ക് മുഴുവനും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അള്ളാഹു എല്ലാ പ്രവാചകന്മാരുടെയും ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. തീർന്നില്ല, പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. وإلى ثمود أخاهم صالحا وإلى ثمود أخاهم صالحا. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. സമൂദ് എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട സാലിഹ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സമൂദി എന്ന ഗോത്രത്തിലേക്ക് മാത്രം നിങ്ങളുടെ പ്രബോധനം മതി, അവിടേക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രവാചകരെ നിശ്ചയിച്ചു. ആ പ്രവാചകരുടെ പേരാണ് സയ്യിദുനാ സാലിഹ് നബി അലൈഹിസ്സലാം. വലിയ പ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പരിശോധിക്കുന്നില്ലയോ? അല്ലാഹു ഇതാ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ ഫകല്ലബൂഹു ഫഅഖറൂഹാ فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് സാലിഹ് നബി ആരാണ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂദ് ഗോത്രം എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ, ഏകദൈവ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞവത്രേ, സാലിഹേ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. നീ ഞങ്ങൾക്കൊരു അമാനുഷികമാകുന്ന കഴിവ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ആ കാണുന്ന പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു സുന്ദരിയായ ഒട്ടകത്തെ പുറപ്പെടുവിക്കണം സാലിഹേ. ആ ഒട്ടകത്തിന്റെ പാല് കുടിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ നിന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കാം. നീ പറയുന്ന ദൈവത്തെ ഞങ്ങൾ അംഗീകരിക്കാം. നീ ആ റബ്ബിൻ്റെതാകുന്ന പ്രവാചകനാണ്, അബ്ദാണെന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കാം സാലിഹേ. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, പടച്ചറബേ, ഈ സമൂഹം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതിനുവേണ്ടി ആ കാണുന്ന പാറക്കെട്ടിനിടയിൽ നിന്ന് സുന്ദരിയായ ഒട്ടകത്തെ നീ ഒന്ന് പുറപ്പെടുവിക്കണേ അല്ലാഹ്, നീ ഒന്ന് പുറപ്പെടുവിച്ച് തരണേ അല്ലാഹ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചറബ് പറയുകയാണ്, സാലിഹേ സാലിഹേ, നീ നിന്റെ വിരൽ ആ പാറക്കെട്ടിലേക്കൊന്ന് ചൂണ്ടണേ, നിന്റെ കൈവിരൽ ആ പാറക്കെട്ടിലേക്കൊന്ന് ചൂണ്ടണേ. സുബ്ഹാനല്ലാഹ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വിരൽ ആ പാറക്കെട്ടിലേക്ക് ചൂണ്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. പാറ ഇതാ പൊട്ടിപ്പിളരുകയാണ്. അതിൽ നിന്ന് സുന്ദരിയായ ഒരു പാർവക്കുട്ടി, സുന്ദരിയാകുന്നതായ ഒരു ഒട്ടകത്തിൽ കടന്നു വരുകയാണ്. ഒരു ഒട്ടകം കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സാലിഹിന്റെ മുന്നിലേക്ക്
ഒട്ടകത്തിലേക്ക് കടന്നു വരുകയാണ്. ആ ഒട്ടകത്തിന്റെ പാലിത ജനങ്ങൾ സന്തോഷത്തോടുകൂടി കുടിക്കാൻ തുടങ്ങുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിറങ്ങിയ പരിശുദ്ധമായ ഖുർആനിൽ പോലും അല്ലാഹു ഈ സംഭവം വിശദീകരിക്കുകയാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ ഒട്ടകത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സാലിഹ് നബിയുടെ ഒട്ടകമെന്നല്ല. ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സമൂദിന് നൽകിയ ഒട്ടകമെന്നല്ല. ഖുർആൻ പരിചയപ്പെടുത്തിയത് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ പടച്ചറപ്പിന്റെ ഒട്ടകമാ. അല്ലാഹുവിന്റെ ഒട്ടകമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബിയുടെ ഒട്ടകത്തെ പരിചയപ്പെടുത്തിയത്. ആ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, അതിന്റെ കുടുതീര് നിങ്ങൾ ശ്രദ്ധിക്കണേ, അതിന് നിങ്ങൾ കൊന്നുകളയരുതേ. ജനതയോട് സാലിഹ് നബിയുടെ ജനതയോട് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയുകയാ. എന്നിട്ട് ആ സമൂഹം അത് കേട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയായികൾ ഒരിക്കൽ ചോദിക്കുകയാണ്, മന്നഷ്കൽ ഖൗമി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ലോകത്തെ ഏറ്റവും വലിയ ഗുണ്ടയാരാണ്, ഏറ്റവും വലിയ പരാജിതനാരാണ്? അപ്പോഴാണ് നബി തങ്ങൾ കൊടുത്ത മറുപടി, ഖുദാർ ബിൻ സാരിഫ് അല്ലദീ ഹഖറനാ ഖതല്ലാഹ്. അല്ലാഹുവിന്റെ ഒട്ടകമെന്ന പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ സാലിഹ് നബിക്ക് അല്ലാഹു മുഅ്ജിസത്തിലൂടെ നൽകിയ അമാനുഷികതയിലൂടെ നൽകിയതാകുന്ന ഒട്ടകമില്ലയോ? ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞ സമൂദ് ഗോത്രത്തിന്റെ തലവനായ ഖുദാറാണ്. ഖുദാറാ ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരുപക്ഷേ നമ്മുടെ നാട്ടിൽ ഗുണ്ടകൾ ഉണ്ടാകാം, മലപ്പുറം ജില്ലയിൽ തെമ്മാടികൾ ഉണ്ടാകാം. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ട അവരാരുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഏറ്റവും വലിയ ഗുണ്ട, ഏറ്റവും വലിയ പരാജിതൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുദാർ ബിൻ സാരിഫ്. ഖുദാറാണ്, ഖുദാറാണ് സമൂദ് ഗോത്രത്തിന്റെ തലവനാ. സാലിഹ് നബിക്ക് അല്ലാഹു നൽകിയതാകുന്ന സുന്ദരിയായ ഒട്ടകത്തെ നിഷ്ഠൂരമായി അറുകുല നടത്തിയവനാണവൻ. അവനാണ് ഏറ്റവും വലിയ പരാജിതനെന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് ഒട്ടകത്തെ നൽകിയതാകുന്ന സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രവാചകനാണ്. അമാനുഷികത പടച്ചറപ്പ് കാണിച്ചു കൊടുത്തു ലോകത്തിന്. എന്നിട്ട് പോലും ആ പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത് കേവലം ഒരു ഗോത്രത്തിലേക്ക് മാത്രമാണ്. ഒരു ഗോത്രത്തിലേക്ക് മാത്രം. സമൂദ് ഗോത്രത്തിന്റെ പേരാണ്. ആ ഗോത്രത്തിലേക്ക് മാത്രം. ഇതൊക്കെ ചെറിയ ഗോത്രമല്ലാട്ടോ, വൻ ടീമുകളാണ്. ഖുർആൻ പറഞ്ഞില്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد. പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, ആദ് സമൂദ് ഗോത്രത്തെ പോലെ ലോകത്ത് ഒരു സൃഷ്ടിയെയും അല്ലാഹു പടച്ചിട്ടില്ല. ലോകത്ത് ഒരു സൃഷ്ടിയെയും അല്ലാഹു പടച്ചിട്ടില്ല. പന പോലെ പൊക്കമുള്ളവരായിരുന്നു അത്രേ. 2-3 തെങ്ങിന്റെ വളർച്ചയാണ് അവരുടെ വളർച്ച. വല്ലാത്ത ആരോഗ്യമുള്ളവരായിരുന്നു അത്രേ. പാറക്കെട്ടുകൾ കൈകൊണ്ട് തുരന്ന് അതിനുള്ളിലാണ് അവർ വസിച്ചിരുന്നത്, അതിനുള്ളിലാണ് കഴിഞ്ഞിരുന്നത്.
അത്രമാത്രം ശക്തിയുള്ള ആളുകളായിരുന്നു ആദ് സമൂദ് ഗോത്രമെന്ന് വിശുദ്ധ ഖുർആൻ. ആ മോശപ്പെട്ട ജനവിഭാഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതോ രണ്ട് പ്രവാചകരെയാണ്. ആദ് ഗോത്രത്തിലേക്ക് ഹൂദ് നബിയെ, സമൂദ് ഗോത്രത്തിലേക്ക് സാലിഹ് നബി അലൈഹിസ്സലാമിനെ. പക്ഷെ ഹബീബായ നബി തങ്ങളെയോ മുത്ത് റസൂലുള്ളയോ ലോകത്തിലേക്ക് മുഴുവനുമായിട്ടാണ്, ലോക ജനതയിലേക്ക് മുഴുവനുമായിട്ടാണ് ഇങ്ങനെ അയച്ച ഒരു പ്രവാചകൻ ലോക ചരിത്രത്തിലില്ല. അവിടെയാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ വലിപ്പം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാഫിയ ഇൽമ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. തീർന്നില്ല പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഖുർആനായത്താണ്. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ഒന്ന് ഉറക്കട്ടെ, ഈമാൻ എന്ന് രൂഢമൂലമാകട്ടെ. മുത്തുനബി ആരാണെന്ന് ഒന്ന് തിരിച്ചറിയട്ടെ. എന്തിനാ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഇത്രയേറെ പുകഴ്ത്തുന്നത്? എന്തിനാ ഇദ്ദേഹത്തിന് വേണ്ടി റബീഉൽ അവ്വൽ ഒരു മാസം മുഴുവൻ ഇങ്ങനെ മൗലൂദ് നടത്തുന്നത്, മദ്ഹി കീർത്തനങ്ങൾ വെക്കുന്നത്? നിങ്ങൾ ശരിക്കും പഠിക്കൽ. അദ്ദേഹത്തെ പോലെ ലോകത്തൊരു വ്യക്തിയില്ല. ഏറ്റവും സമുന്നതനായ വ്യക്തി അല്ലാഹു റബ്ബുൽ ആലമീനാണ് എങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ, മുഹമ്മദ് നബിയോ റഹ്മത്തുൽ ലിൽ ആലമീൻ. ചിന്തിക്കണം. അല്ലാഹു സർവ്വലോക പരിപാലകൻ, മുഹമ്മദ് നബിയോ ലോകത്ത് മുഴുവനും കാരുണ്യത്തിന്റെ തിരുദൂതൻ. وإلى مدين أخاهم شعيبا. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മദിയൻ എന്ന പ്രവിശ്യയിലേക്ക് മാത്രമാ ബഹുമാനപ്പെട്ട ശുഐബ് നബിയെ നാം നിയോഗിച്ചത്. ശുഐബ് നബി അലൈഹിസ്സലാം. നിങ്ങൾ ഈ ഭാഗത്തൊന്നും അനക്കമില്ലല്ലോ. മാസ്ഹാബിൽ അമീൻ എന്ത് പറ്റി? അനക്കമില്ല. ഉറക്കം പറയും ശുഐബ് നബി അലൈഹിസ്സലാം. ഉറക്കം ഒന്നുകൂടി ശുഐബ് നബി. സാധാരണ എപ്പോഴും ഉസ്താദുമാര് പറയും ഒച്ച പെണ്ണുങ്ങൾക്ക് പാടില്ല. ഇവിടെ പെണ്ണുങ്ങളെ പോലെ നമ്മൾ അനങ്ങാതിരിക്കാൻ തോന്നുന്നു. ഉറക്കം പറയും. നിങ്ങളെന്താ ഒരു പ്രവാചകരുടെ പേര് കേട്ടിട്ട് ഉറക്കം പറയാത്ത? നമ്മൾ എത്ര പ്രകീർത്തിക്കുന്നോ, എത്ര ഒച്ചത്തിൽ ചെല്ലുന്നോ, എത്ര ബഹുമാനം കൊടുക്കുന്നോ, അതിനനുസരിച്ച് ബഹുമാനം നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നമ്മളെ ബഹുമാനിക്കേണ്ടവരൊക്കെ ബഹുമാനിക്കണം. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ജനതയിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ മദിയൻ എന്ന പ്രവിശ്യയിലേക്ക്, ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ടാണ് ശുഐബ് നബിയെ നാം നിയോഗിച്ചത്. وإلى مدين أخاهم شعيبا. മദിയൻ എന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ് ശുഐബ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. ശുഐബ് നബി അലൈഹിസ്സലാം ആള് നിസ്സാരക്കാരന, വലിയ പ്രവാചകനാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന സഫൂറ ബീവിയുടെ ഉപ്പയാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം. അപ്പം ബഹുമാനപ്പെട്ട ഹൂദ് നബി, ബഹുമാനപ്പെട്ട സാലിഹ് നബി, ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം, ഇവരെയൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് ഓരോ ഗോത്രം അല്ലെങ്കിൽ ഓരോ പട്ടണം, അവിടേക്ക് മാത്രം, ഓരോ പ്രവിശ്യയിലേക്ക് മാത്രം. ലോകത്തിലേക്ക് മുഴുവനുമായി അല്ലാഹു നിയോഗിച്ചിട്ടില്ല. ലോകത്തിലേക്ക് മുഴുവനുമായി അല്ലാഹു നിയോഗിച്ചിട്ടില്ല. ഒരാളെ നിയോഗിച്ചിട്ടില്ല. നിയോഗിച്ചത് ഒരൊറ്റ വ്യക്തിയെ മാത്രം. ആരാണത്? മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗല യാ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم.
മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് ലോക ജനതയിലേക്ക് അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. ലോക ജനതയിലേക്ക് അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് മുത്തുനബിയെ മാത്രം. ശുഐബ് നബി ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അമ്മോശനാണ്, ഭാര്യയുടെ ഉപ്പയാണ്. അദ്ദേഹത്തിന്റെ വടിയാണ് മൂസാ നബിക്ക് അല്ലാഹു നൽകിയത്. ആ വടിയാണ് മുഅ്ജിസത്തിന്റെ അമാനുഷികതയുടെ വടി. അല്ലേ? നിലത്തിട്ടാൽ എന്തായി തീരും? പാമ്പായി തീരും. അതിന്റെ വാലിൽ പിടിച്ചാൽ തിരിച്ച് പഴയ പോലെ വടിയായി തീരും. ഇതാര് കൊടുത്ത വടിയാണ്? അമ്മോശം കൊടുത്തതാണ് മരുമകന്, ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാം കൊടുത്ത വടിയാണ്. അപ്പൊ ശുഐബ് നബി ആളൊരു നിസ്സാരക്കാരനല്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് നബി അയച്ചതോ വൈലാ മദിയന അഖാഹും ശുഐബാ. മദിയൻ എന്ന പ്രവിശ്യയിൽ മാത്രം നിങ്ങളുടെ പ്രബോധനം മതിയെന്ന് വിശുദ്ധ ഖുർആൻ. വലിയ പ്രവാചകനാണ്, പക്ഷെ അയച്ചതോ ഒരു ചെറിയ നാട്ടിലേക്ക്, മദിയൻ. ആ നാട്ടിൽ മാത്രം മതി നിങ്ങളുടെ പ്രബോധനം, അവിടെയുള്ള ആളുകളെ നന്നാക്കിയാൽ മതി. മൂസാ നബിയെ മരുമകനെ എവിടെ അയച്ചത്? ബനു ഇസ്രായേലി സമൂഹത്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഫിർഔനിലേക്കും അവന്റെ കൂട്ടാളികളിലേക്കും മാത്രം. വളരെ ശ്രദ്ധിക്കണേ, ഇതൊക്കെ ഖുർആനായ തോതിയാണ് പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ ഇൽമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ഫിർഔനിലേക്ക് മാത്രമാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. ഫിർഔനിലേക്ക് മാത്രമായി പ്രബോധനത്തിന് അല്ലാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകന്റെ പേര് മൂസാ നബി അലൈഹി സ്വലാം. ഇനി ഫിർഔൻ ആരാ? ബനു ഇസ്രായേലി സമൂഹത്തിലെ രാജാക്കന്മാർക്കുള്ള സ്ഥാനപ്പേരാണ് ഫിർഔൻ. എല്ലാ ഫിർഔനും എന്തല്ല? ലഅനത്തുല്ലാഹി അലൈഹി, മോശപ്പെട്ട ആളുകളല്ല. ചിലർ റളിയല്ലാഹു അൻഹു പറയേണ്ട ആളുകളുണ്ട് എന്ന ചരിത്രം. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ച ഈ ഫിർഔനിന്റെ പേരെന്താ? റംസീസ് രണ്ടാമൻ എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, റംസീസ് രണ്ടാമൻ. അപ്പൊ റംസീസ് രണ്ടാമനിലേക്കും അവന്റേതാകുന്ന കൂട്ടാളികളിലേക്കും മാത്രമായിട്ട് അല്ലാഹു മൂസാ നബി അല്ലാഹു അയച്ചു. നിങ്ങൾ പോയി അവരെ പ്രബോധനം നടത്തും. വേറെ എവിടെയും പോണ്ട. ഇസ്രായേലി ജനതയിലേക്കും മുഴുവനും ഇല്ല, ബനു ഇസ്രായേലിലുള്ളതാകുന്ന ഈ ഫിർഔൻ അഥവാ റംസീസ് രണ്ടാമൻ അവനും അവന്റെ കൂട്ടാളികളിലേക്കും മാത്രം. അവനാണ് മൂസാ നബിയെ കൊണ്ട് അവിശ്വസിച്ചവൻ. അവനാണ് ചെങ്കടലിൽ മുക്കിക്കൊന്ന് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ ഇന്നും അവന്റെ ബോഡി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതേത് ഫിർഔനാണ്? റംസീസ് രണ്ടാമനാണ്. എല്ലാ ഫിർഔനും മോശപ്പെട്ട ആളുകളല്ല. മനസ്സിലാക്കുക. ഫിർഔൻ എന്നുള്ള പേര് ആരുടേതാണ്? അക്കാലഘട്ടത്തിലെ ഇസ്രായേലി ജനതയിലെ രാജാക്കന്മാർക്കുള്ള ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മൾ ഖുർആൻ പഠിക്കണ്ടേ? ഇനി എന്നാ പഠിക്കുന്ന? 50 വയസ്സ് 60 വയസ്സും കഴിഞ്ഞ് മരിക്കാറായി. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, ദീർഘായുസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കും, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൽമുണ്ടാവുക. ഞാനതാ വീണ്ടും ആവർത്തിക്കുന്നത്, ഇൽമുണ്ടാവുക. വെറുതെ പാട്ടുപാടി കളിതമാശ പറഞ്ഞു പോവല്ല. ഖുർആനും ഹദീസും ഓതി പറയാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ റംസീസ് രണ്ടാമനിലേക്കും അവന്റെ കൂട്ടാളികളിലേക്കും മാത്രമായി മൂസാ നബി അല്ലാഹു അയച്ചു. അപ്പൊ മൂസാ നബി എന്താ പറഞ്ഞത്? ഒറ്റയ്ക്ക് പോകാൻ എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് എന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന ഹാറൂനിനെ കൂടെ അയക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരെയും അല്ലാഹു അയച്ചു.
ഖുർആൻ. فقولا له قولا لينا لعله يذكر أو يخشى. അല്ലയോ മൂസ, മൂസ, നീയും നിന്റെ കൂടെ ജ്യേഷ്ഠ സഹോദരനാകുന്ന ഹാറൂനും കൂടി പ്രബോധനം നടത്തണേ, നടത്തണേ. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, നല്ല സംസാരം, നല്ല മിതമായ ഭാഷയിൽ, മാന്യമായ ഭാഷയിൽ നിങ്ങൾ രണ്ടാളുകളും ഫിർഔനിനെ ദീനിലേക്ക് അടുപ്പിക്കണേ. ഏറ്റവും മോശപ്പെട്ട സ്വഭാവക്കാരനാണ് ഇവൻ, റംസീസ് രണ്ടാമൻ. അതുകൊണ്ട് അവനിലേക്ക് നിങ്ങൾ പ്രബോധനം നടത്തുമ്പോൾ ഒരല്പം വിനയം കാണിച്ച് മാന്യത വെച്ചിട്ട് വേണം വർത്താനം പറയാം. ദാർഷ്ട്യതയിലാകരുത്. ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, നല്ല രീതിയിൽ പ്രബോധനം നടത്തണം. നിങ്ങൾ ആരോട് പറഞ്ഞു? രണ്ടുപേരും. അപ്പൊ രണ്ടുപേരെ അള്ളാഹു നിയോഗിച്ചു ഒരാളിലേക്ക്. ശ്രദ്ധിക്കണം, രണ്ട് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു ഒരാളെ നന്നാക്കാൻ, ഫിർഔനിനെ നന്നാക്കാൻ. ഒരാളെ മാത്രം അല്ലാഹു അയച്ചു ഈ ലോകത്തേക്ക് മുഴുവനും, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ആണ് നമ്മൾ മുത്തുനബിയെ മനസ്സിലാക്കുന്നത്. ഇവിടെ രണ്ടുപേര് പോയിട്ടാണ് ഒരാളെ നന്നാക്കാൻ പോകുന്നത്. ഇവിടെ ഒരാൾ പോയിട്ട് എവിടെ നന്നാക്കി? ലോകം മുഴുവൻ, വേൾഡ്. 23 വർഷം കൊണ്ട് മുത്തുനബിയുടെ പ്രബോധനം എത്താത്ത ഏതെങ്കിലും ഒരു നാടുണ്ടോ? എന്നാ നാടിങ്ങ് തന്നേക്ക്, നമുക്ക് പോകാൻ വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ? ഒരു സ്ഥലമില്ല ലോകത്ത്, ഒരു സ്ഥലവുമില്ല പ്രബോധനം എത്താത്തത്. മനസ്സിലാക്കണം. നമ്മുടെ ഈ നാട്ടിൽ ഇട്ടാവട്ടം മാത്രമല്ല, മലപ്പുറം ജില്ല മാത്രമല്ല, കേരളം എന്ന സംസ്ഥാനം മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യം മാത്രമല്ല, വേൾഡ് തലത്തിൽ ഏതൊക്കെ മുഴുവൻ രാഷ്ട്രങ്ങളുമുണ്ടോ അവിടെയെല്ലാം മലയൊല്ലുകൊണ്ടു ഏതൊക്കെ ദ്വീപുണ്ടോ അവിടെയൊക്കെ പേര് ചെന്നു മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് മുത്തുനബി. ലോകർക്ക് മുഴുവനും വേൾഡ് മെസ്സഞ്ചറാണ് ഹബീബ് റസൂലുള്ളാഹി. എന്തിനേറെ മുത്തുനബിക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകരല്ലയോ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചതോ ലോക ജനതയ്ക്ക് മുഴുവനുമായിട്ടല്ല. അങ്ങനെ വിശ്വസിച്ചു പോരുന്ന, ആരാധിച്ചു പോരുന്ന സമൂഹം ഇന്നും നമുക്കിടയിലുണ്ട്. ഈസാ നബിയെ ലോകത്തേക്ക് മുഴുവനും അയക്കപ്പെട്ടതാണ്, ഒരിക്കലുമല്ല. ഈസാ നബി അയച്ചതോ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇസ്രായേലി ജനതയിലേക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അയച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി വജാവസ്നാഹു മസലൻ ലിബനി ഇസ്രായീൽ. പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, തീർച്ചയായും നാം ഒരുപാട് അനുഗ്രഹം ചൊരിഞ്ഞ വ്യക്തിയാണ് ഈസാ നബി. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴിവുകൾ പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തിയില്ലയോ? വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇذനില്ലാഹ് വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ് وأحيي الموتى بإذن الله. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുഷ്ഠരോഗമുള്ളവർക്ക്, പാണ്ഡുരോഗമുള്ളവരെ പരിപൂർണമായി ശിവപ്പെടുത്തിയിരുന്നു. സോറിയാസിസ് പോലെയുള്ള മാരകമായ രോഗം ബാധിച്ചവരെ പരിപൂർണമായി ശിഫ നൽകിയിരുന്നു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഖുർആൻ പറയാണ്, വെള്ളപ്പാണ്ട് പാടിച്ചവൻ, കുഷ്ഠരോഗമുള്ളവനെയൊക്കെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിവപ്പെടുത്തി. നാട്ടിൽ ഭയങ്കരമായി കുഷ്ഠരോഗം പ്രാപിച്ചു. ഇസ്രായേൽ ജനത ഓടി വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ 70,000 ആളുകൾ വീതം നാട്ടിലുള്ളതാകുന്ന ഗ്രൗണ്ടുകളിൽ സമ്മേളിക്കണം. ഒരു ഗ്രൗണ്ടിൽ 70,000 ആളുകൾ. അങ്ങനെ ഓരോ ഗ്രൗണ്ടിൽ പോയി നിന്നോളാം, ഞാൻ അങ്ങോട്ട് വന്നോളാം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുകയാണ്.
70,000 ആളുകളുള്ളതാകുന്ന ഗ്രൗണ്ടിലേക്ക് സദസ്സിലേക്ക് കടന്നു ചെന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 കൈകൾ ആകാശത്തിന്റെ അധിപനായ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ഇറക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ ഹയ്യും ഖയ്യൂമുമായ പടച്ചറപ്പേ, നിന്റെ വേണ്ടതയോടുകൂടി ഇവർക്ക് നീ രോഗം നൽകരുത് അല്ലാഹ്. വേണ്ടമ്പോ വേണ്ട, രോഗം വേണ്ട എന്ന് ഈസാ നബി 3 പ്രാവശ്യം പറയവേ ജനങ്ങളുടെ ശരീരത്തിലുള്ളതാകുന്ന വെള്ളപ്പാണ്ട്, ജനങ്ങളുടെ ശരീരത്തിലുള്ളതാകുന്ന കുഷ്ഠരോഗം, സോറിയാസിസ് പോലെയുള്ള മാരകമായ രോഗം പരിപൂർണമായി ശിഫപ്പെട്ടിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ വ്യക്തിയല്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് ഉലമാക്കളുടെ സമീപത്തിൽ, സമസ്തയുടെ നേതാക്കളുടെ സവിധത്തിലേക്ക് പാവപ്പെട്ട ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് മാരകമായ രോഗമുണ്ട്, സോറിയാസിസ് ഉണ്ടെന്ന് പറയുമ്പോ 3 പേർക്ക് യാസീൻ ഓതാൻ അവർ പറയും. ഒന്ന് മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മേൽ ഒരു യാസീൻ. 3 യാസീൻ ഓതാൻ പറയും വലിയ വലിയ മശായിഖന്മാർ. അതിലൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു യാസീൻ. കാരണം നബി തങ്ങൾ ഏറ്റവും വലിയ ഡോക്ടറാണ്. മാരകമായ രോഗമുള്ളവർ നിത്യമാക്കണം. 2 സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം മാരകമായ രോഗങ്ങൾ ശിഫപ്പെടുത്തിയിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത കഴിവാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. രോഗങ്ങൾ ശമനപ്പെടുത്തും. മുത്തനബി ഭയങ്കര ഡോക്ടറല്ലേ? തിബ് നബി, നബിയുടെ ചികിത്സ തന്നെ ഇല്ലേ ലോകത്തിൽ നിന്ന്? അതുകൊണ്ട് ചികിത്സ നടത്തി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? ഭയങ്കര ചികിത്സ. സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ വെട്ടേൽക്കുകയാണ്. തന്റെ കൈതാ മുറിയുകയാണ്. മുറിഞ്ഞു തൂങ്ങി കിടക്കുന്നതാകുന്ന അദ്ദേഹത്തിന്റെ കൈകൾ സ്വഹാബത്ത് എടുക്കുകയാണ്. മുറിഞ്ഞ നിരത്ത് വീണ കൈയെടുക്കുകയാണ് സ്വഹാബത്ത്. അദ്ദേഹത്തെ താങ്ങിയെടുക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന കൂട്ടുകാര്, എവിടേക്കാണ് സലമ പോകേണ്ടത്? സലമ പറയുന്ന, ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് പോകേണ്ടതില്ല, എനിക്ക് പോകേണ്ടത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയാൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറായി ഞാൻ കണക്കാക്കുന്നത് എന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സലമത്ത് ബിനുൽ അക്വഇനെ കൊണ്ടുപോയാണ്. അദ്ദേഹത്തിന്റെ വലകൈ ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പരിപൂർണമായി അറ്റുപോയിരിക്കുന്ന കൈ സ്വഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തി എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിനോട് അവലാദിപ്പെടുന്നു. സലമ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൻശിർത സബർത അലൈഹി ഫലകൽ ജന്ന. അല്ലയോ സലമ, നീയൊന്ന് ശമിച്ചാൽ നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. യുദ്ധത്തിൽ ഇതാ നിന്റെ കൈതാ ഷഹീദായി, ദീനിന്റെ മാർഗത്തിൽ നിന്റെ കൈതാ നൽകപ്പെടുകയാണ്. നിനക്ക് വലിയ കൂലിയാണ് സലമ, നിനക്ക് വലിയ കൂലിയാണ് സലമ. സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, എനിക്ക് എന്റെ കൈയൊന്ന് തിരിച്ചു കിട്ടണം റസൂലേ. ആ കൈയൊന്ന് തിരിച്ചൊന്ന് ഫിറ്റ് ചെയ്ത് തരുമോ യാ റസൂലല്ലാഹ്?
എനിക്ക് ഈ കൈകൊണ്ട്, എനിക്ക് ഇതേ കൈകൊണ്ട് ഇതേ യുദ്ധത്തിൽ തന്നെ ശത്രുക്കളോട് പോരാടണം, അവിടുന്ന് എനിക്കൊന്ന് ഫിറ്റ് ചെയ്ത് തരണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ കൈയങ്ങ് വാങ്ങുകയാണ്. വെട്ടി നുറുങ്ങേറ്റിക്കൊണ്ട് ചരണമറ്റ് കിടക്കുന്ന രക്തക്കുഴലുകളില്ലാത്ത നരമ്പുകൾ കണക്ഷൻ വിട്ടുപോയ രക്തം വാർന്നൊഴുകി നിൽക്കുന്ന കൈകളിലേക്ക് അള്ളാഹുവിന്റെ റസൂലങ്ങ് ചേർത്ത് വിറ്റ് ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇത് വെറുതെ കുമ്മന മസാദ് പറയുകയല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സഹീഹായ ഗ്രന്ഥം, ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം അത് പരിശുദ്ധമായ ബുഖാരി ശരീഫ് അല്ലയോ? ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി അല്ലയോ? അതിലുള്ള ഹദീസാണ്, ഹദീസാണ്. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങളെല്ലാം ആശ്ചര്യത്തോടുകൂടി നിൽക്കുകയാണ്. ഒരു ഡോക്ടർക്ക് കഴിയാത്ത പ്രവർത്തനമല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ ഇതാ കൈ അങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ്. ഫഅദ്ഖല യദഹു ഫീ ഫമിഹി. നബി തങ്ങൾ തന്റെ സഫാബത്ത് ഫഅദ്ഖല സഫാബതഹു ഫീ ഫമിഹി. നബി തങ്ങൾ തന്റെ വായിലേക്ക് തന്റെ വിരൽ വായിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഫഅദ്ഖല റീഖഹു. നബി തങ്ങൾ സ്വന്തം ഉമിനീര് പുറപ്പെടുവിച്ചു. എന്നിട്ട് ആ ഉമിനീര കൈകൾ ചേർത്ത് വെച്ച ഭാഗത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പുരട്ടി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത്ഭുതമല്ലയോ, അത്ഭുതമല്ലയോ? മുമ്പ് ഇതുപോലെ കൈ മുറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന വിധം പരിപൂർണമായി സലമത്ത് മിനൽ അഖവയുടെ കൈകൾ പരിപൂർണമായി പൂർവാധികം ഭംഗിയാവുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ മനോഹരമായ കൈയായി നരമ്പുകൾ കൂടിച്ചേർന്നു, സന്ധികൾ രക്തമൂടപ്പെട്ടു. ബഹുമാനപ്പെട്ട സലമ വാള് പിടിക്കുകയാണ്. നബി തങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് സലാം ചൊല്ലിക്കൊണ്ട് അതേ യുദ്ധത്തിൽ ഇറങ്ങുകയാണ്. ശത്രുക്കളോട് പോരാടുകയാണ്. ആ സലമത്ത് മിനൽ അഖവ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടും സലമ ഇതാ ജീവിച്ചിരിക്കുകയാണ്. നബി തങ്ങൾ വഫാത്തായ മദീനയിൽ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സലമ ഇതാ യാത്ര ചോദിക്കുകയാണ്. ജനങ്ങളോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഇറാഖ് എന്ന് പറയുന്ന ജനതയിലേക്ക്, ഇറാഖ് എന്ന രാജ്യത്തിലെ റബദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര തിരിക്കുകയാണ്. അവിടെ പോയി താമസിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, വകാന الناس يسافرون إليها. ഇറാഖിലെ റബദ എന്ന സ്ഥലത്തേക്ക് പരിശുദ്ധമായ മദീനയിൽ നിന്ന്, പരിശുദ്ധ മക്കയിൽ നിന്ന് ജനങ്ങൾ ഇതാ കുതിരപ്പുറത്ത് സവാരി ചെയ്യുകയാണ്. എന്തിനെന്നറിയുമോ? ലിതുഖബ്ബില യദിഹി. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ഉമനീര് കൊണ്ട് ശറഫാക്കപ്പെട്ട ഉമനീര് കൊണ്ട് പൂർവാധികം ഭംഗിയാക്കിയ കൈയൊന്ന് കാണാൻ, സലമയുടെ കൈയൊന്ന് കാണാൻ. അവിടെ ചെന്നിട്ട് ആ കൈയൊന്ന് കണ്ടിട്ട് ഇതാ ജനങ്ങൾ ചെയ്യുന്നത് എന്തെന്നറിയുമോ? യുഖബ്ബിലൂന യദഹു. ആ സലമയുടെ കൈയങ്ങ് ചുംബിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറുടെ ഉദാഹരണമാണ്, ഉദാഹരണമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നാണ് ഓപ്പറേഷൻ. വെട്ടി മുറിഞ്ഞ് കിടക്കുന്ന കൈ അങ്ങോട്ട് വെച്ചിട്ട് ഉമിനീര് വെച്ച് യാ അല്ലാഹ് ഖലാസ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ ഉമിനീര് ഇങ്ങനെ എടുത്തിട്ട് മണത്തി നോക്കുമ്പോ അറിയാം എന്റെ രസം. അനങ്ങത്തില്ല. 3 ദിവസം കഴിഞ്ഞേക്കില്ല. ആരെങ്കിലും ബോധം കെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് വെച്ചാൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ദുർഗന്ധം വമിക്കുന്ന ഉമനീരിന്റെ ആൾക്കാർ എന്നിട്ട് മുത്തുനബിയെ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണ്, സാധാരണക്കാരനാണ്, ഇവിടെ സമൂഹത്തിൽ വാദപ്രതിവാദം. ഇവനെ പോലെ വിവരം കെട്ടവും വല്ലതും ഉണ്ടോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ യാസീൻ പതിവാക്കണേ. നബി തങ്ങളുടെ മേൽ യാസീൻ പതിവാക്കണേ. രോഗമുള്ള ആളുകൾ, നമുക്കൊക്കെ രോഗമില്ലാത്ത, എല്ലാവർക്കും രോഗമുണ്ടല്ലോ. രോഗമില്ലാത്ത ആളുകളില്ല. നമുക്കോ നമ്മുടെ മക്കൾക്കോ ഭാര്യ സന്താനങ്ങൾക്ക് അത് ഏകാതിരിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്യണം? യാസീൻ ഓതണം. മാരകമായ രോഗമുള്ള ആളുകൾക്ക് വേണ്ടി 3 യാസീൻ ഓതാൻ പറയും. ഒന്നാർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി, 2 ഈസാ നബിയുടെ കഴിവായി ഇപ്പൊ പറഞ്ഞത്. മൂന്നാമത്തത് ഇബ്രാഹിം അൽ ബാദിശൽ അർവദി,
ഏർവാടിയിൽ ഇറങ്ങിയിരിക്കുന്ന ഇബ്രാഹിം ബാദിഷയ്ക്ക് വേണ്ടി മൂന്നാമത്തെ യാസീൻ ഓതാൻ പറയാറുണ്ടായിരുന്നു. ഒക്കെ വലിയ മഹത്തുക്കളാണ്. ഇനി ഇവര് മഹത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മമ്പറന്നങ്ങൾ മഹത്തല്ല എന്ന് മനസ്സിലാക്കണ്ട. വലിയ മഹാനാണ്. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ? ഇവിടുന്ന് അങ്ങോട്ട് പോയി ഭീമാപ്പള്ളിക്ക് പോയി, ഇവിടുന്ന് അങ്ങോട്ട് പോയി ഏർവാടിക്ക് ഇവിടെ പോകാം, അമ്പറത്ത് കിടക്കുന്ന തങ്ങൾക്കൊരു സലാം പറയുന്നില്ല. ഇവരൊക്കെ വലിയ മഹത്തുക്കളാണ്, വലിയ മഹത്തുക്കളാണ്. തിരിച്ചറിയണേ, തിരിച്ചറിയണേ. മലപ്പുറത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, ഈ എല്ലാ ദിവസവും സയ്യിദ് അലവിയിൽ മുമ്പുറമേ തങ്ങളുടെ മേൽ ഫാത്തിഹ ഓതണേ. എല്ലാ ദിവസവും അങ്ങനെ വേണം. അത് ചിലപ്പോ നമ്മൾ രാവിലെ മറക്കും, എന്നാൽ രാത്രി ഉറങ്ങാൻ നേരത്ത് കടക്കുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ അങ്ങനെ ഓതിക്കും. എന്നാലും ഉറങ്ങാൻ നീ മറക്കൂലല്ലോ. 3 കാര്യം മറക്കൂല. ഒന്ന് വെളിക്കിറങ്ങാൻ, രണ്ടാമത് യാ ഹയ്യു യാ ഖയ്യൂം ഫുഡ് അടിക്കാൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ. ഇത് 3 എന്തായാലും മറക്കൂല. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തോണം? ഇന്ന് ഫാത്തിഹ ഓതിയോ? ഇല്ല, ഫാത്തിഹ പെട്ടെന്ന് കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് പെട്ടെന്ന് അങ്ങോട്ട് ഒരു അര മിനിറ്റ് പോലും എടുക്കില്ല. ഒരു ഫാത്തിഹ അവരുടെ ഒരു പൊരുത്തം നമുക്ക് കിട്ടും. നമ്മുടെ മക്കളിൽ, നമ്മുടെ സന്താനങ്ങളിൽ, നമ്മുടെ പരമ്പരകളിൽ, നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ ഭർത്താവിൽ, നമ്മുടെ കുടുംബത്തിൽ വളരെ ഐക്യമുണ്ടാകും, സ്നേഹമുണ്ടാകും, സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇന്ന് വരെ തുടങ്ങണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലാന്ന അവസ്ഥ ഉണ്ടാകരുത്. വലിയ മഹാനല്ലേ, അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം നമ്മോട് ഈ സദസ്സിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മറന്നു പോകരുത് അവരുടെ മേൽ ഫാത്തിഹ ഓതാൻ. ബഹുമാനപ്പെട്ട ഈസാ നബിയെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, ഇൻ ഹുവ ഇല്ലാ നഅംനാ അലൈഹി വജാവസ്നാഹു മസലൻ ലിബനി ഇസ്രായീൽ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുഷ്ഠരോഗികളുടെ രോഗം ശമനപ്പെടുത്തിയിരുന്ന വ്യക്തിയാണ്. തീർന്നില്ല. വഉഹീൽ മൗതാ ബിഇദ്നില്ലാഹ്. മരിച്ചവർക്ക് ജീവൻ ഇട്ടുകൊടുക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. അള്ളാഹു കൊടുത്ത കഴിവാണ്. ഇതൊക്കെ എവിടെ പറയുന്നുണ്ട് മുസ്ലിയാരെ? ഇത് ഖുർആനിലുണ്ട്. ഓതാൻ അറിയണമെന്നുള്ളൂ. ആദ്യമേ മദ്രസയിൽ ഓത്ത് പഠിച്ചിട്ട് എന്നിട്ട് നോക്ക്. വിദഗ്ധർ ചോദിക്കും ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഖുർആനിലുണ്ട്. ഒന്നൊക്കെ ഖുർആനാണ്. നിങ്ങൾ ശ്രദ്ധിക്ക്. വൗഹിയൽ മൗതാ പടച്ചറപ്പ് കൊടുത്ത കഴിവോടുകൂടി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു കിടക്കുന്ന ആളുകളെ ജീവിപ്പിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. മരിച്ച ആളുകൾക്ക് ജീവനിട്ട് കൊടുക്കും. ചെറിയ കഴിവാണോ? അങ്ങനെ ഉണ്ടായിരുന്നേ പഠിച്ചോനെ എന്റെ വാപ്പ മരിക്കൂലായിരുന്നു, മുമ്പരെ കൊണ്ട് റാഹത്താക്കായിരുന്നു എന്ന് കരുതുന്നവരുണ്ടാവും. ഒരു സ്ത്രീ ഭയങ്കര കരച്ചിലായിരുന്നു, ചരിത്രത്തിൽ കാണാം. ചോദിച്ചു എന്തിനാണ്? അപ്പൊ പറഞ്ഞു എന്റെ മകൻ മരണപ്പെട്ടു പോയി ചെറുപ്പത്തിൽ. അപ്പൊ അദ്ദേഹം ആരും ഈസാ നബി അതിലെ വരികയാണ്. ഏത് ഈ മാന ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. സെക്കൻഡ് പിന്നീടൊന്നുമില്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ പരിപാടിയൊന്നുമില്ല. സെക്കൻഡിൽ എഴുന്നേൽപ്പിക്കാൻ സയ്യിദുനാ ഈസാ. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കപ്പെട്ടു, വീണ്ടും അദ്ദേഹത്തെ മടക്കിയെന്നാണ് മരണത്തിലേക്ക്. ചിന്തിക്കണം. ഇവരൊക്കെ നിസ്സാരക്കാരല്ല. തീർന്നില്ല. ബഹുമാനപ്പെട്ട ഈസാ നബിയെ കുറിച്ച് ഖുർആൻ വീണ്ടും പറയുകയാണ്, വഉനബ്ബിയുകും ബിമാ തഅകുലൂൻ വമാ തദ്ഖറൂന ഫീ ബുയൂതികും. നിങ്ങൾ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് ഈസാ നബി പറയുമായിരുന്നു. നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് ഈസാ നബി പറയുമായിരുന്നു. ഇസ്രായേലിലെ ജനത വരും, ഇതുപോലെയൊക്കെ പിരിവ് വയ്ക്കുമ്പോഴത്തേക്കും എന്റെ മുസ്ലിയാരെ എന്റെ കയ്യിലൊന്നും ഇല്ല, ഈ അടുത്തായിട്ട് കച്ചവടം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവനോട് നിന്റെ കയ്യിൽ അവിടെ അലമാരിക്കുള്ളിൽ ഇന്ന സൈഡിൽ നീ ഇത്ര രൂപ ചോദിച്ചു വെച്ചിട്ടില്ലേ എന്ന് പറയും സയ്യിദുനാ ഈസാ. അങ്ങനെ വല്ലായിരുന്നെങ്കിൽ തീർന്നാന് നമ്മുടെ കട്ടയം പണയം മണങ്ങിയാൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എവിടൊക്കെ നീ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഖുർആൻ പറയാണ്, മാ തദ്ഖറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് വിളിച്ചു പറയുമായിരുന്നു സയ്യിദുനാ ഈസാ. ആളെങ്ങനെ നോക്കിയിട്ട് സ്കാൻ ചെയ്യാണ്. എന്നിട്ട് പറയും, നീ പൊറോട്ടയും നല്ല ബീഫും ഫ്രാഹായിട്ട് അടിച്ചിട്ട് പോകുന്നില്ല തട്ടുകടയിൽ നിന്ന്,
അന്റെ വയറ്റിൽ അത് കിടപ്പുണ്ടല്ലോ എന്ന് പറയും. സംഭവം ഇത് കലങ്ങി മറിഞ്ഞ് വെള്ളത്തോടുകൂടി കലങ്ങി ഇപ്പൊ വിളിക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കായിരിക്കും. എന്നാലും വയറ്റി നോക്കി ഒറ്റ നോട്ടത്തിൽ പറയും. ഖുർആൻ പറയാണ് അവിശ്വസിച്ചാൽ സെക്കൻഡിൽ കാഫിർ. ഇതൊക്കെ വെറുതെയാണെന്ന് അങ്ങോട്ട് മനസ്സിൽ കരുതിയാൽ മതി, അപ്പൊ കാഫിറായി. പിന്നെ കാഫിറാൻ വേറെ എവിടെയെങ്കിലും പോകണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ, ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ. ഖുർആനാണ്. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഈസാ നബിക്ക് നമ്മുടെ നബിയൊക്കെ ഭയങ്കര കഴിവാണല്ലോ ഉസ്താദ്. നബിക്ക് നേരെ നോക്കണ്ടായിരുന്നു, നബി ബാക്കി നോക്കുള്ള ആളുകളെ റെഡിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഞാൻ എന്റെ മുന്നിലേക്ക് നോക്കുന്നത് പോലെ എന്റെ പിന്നിലുള്ളതാകുന്ന നിങ്ങളെ കാണുന്നുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലായല്ലോ? ഈസാ നബിക്ക് എന്ത് വേണം? നേരെ നോക്കണം, എന്നാലേ ആളെങ്ങനെ പറയാൻ പറ്റും. നബിക്ക് നേരെ പോലെ നോക്കണ്ട. നബി അങ്ങോട്ട് നോക്കി നിൽക്കും, പുറകിലുള്ളവനെ ശരിക്ക് കാണും, അവന്റെ പ്രവർത്തനങ്ങൾ കാണും, അവന്റെ രീതി കാണും, അവന്റെ ശൈലി കാണും, അവനുള്ള സകലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. അതാണ് മുത്തുനബിക്കുള്ള പവർ. അപ്പൊ നബിയാണ് ഒന്നുകൂടി മേലെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനത്തെ പ്രവാചകനാകുന്ന ഈസാ നബിയെ പോലും ഇത്രയേറെ കഴിവുകൾ അള്ളാഹു കൊടുത്ത വ്യക്തിയാണ്. കുഷ്ഠരോഗം ശിവപ്പെടുത്തും, പാണ്ഡ്യരോഗമുള്ളവർക്ക് ശമനം നൽകും, സോറിയാസിസ് പോലെയുള്ള മാരകമായ രോഗത്തിനടിമപ്പെട്ടവർക്ക് രോഗം ശമനം വരുത്തും, മരിച്ചുപോയവരെ ജീവിപ്പിക്കും. ഉള്ളിൽ കിടക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തു നിന്ന് പറയും. വീടിനകത്തലങ്ങളിലുള്ളതാകുന്ന നിധികുംഭങ്ങളെ കുറിച്ച്, അവന്റെ ആഭരണങ്ങളെ കുറിച്ച്, അവന്റെ വസ്ത്രങ്ങളെ കുറിച്ച്, അവന്റെ വീട്ടിനുള്ളിൽ അറകളിൽ സൂക്ഷിച്ചു വെച്ചതാകുന്ന നാണയത്തുട്ടുകളെ കുറിച്ച് പോലും വിശദീകരിച്ചുകൊണ്ട് പറയുമായിരുന്ന ഈസാ നബിയെ, ഇത്രയേറെ കഴിവുകൾ കൊടുത്തതാകുന്ന പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത് വജാവസിനാഹു മസലൽ ലിബനി ഇസ്രായീൽ, ഇസ്രായേലി ജനതയിലേക്ക് മാത്രമാണ്. ലോകത്തിലേക്ക് അയച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയിലേക്ക് മാത്രമായിട്ടാണ് ഈസാ നബിയെ നാം നിയോഗിച്ചത്. ലോക ജനതയിലേക്ക് അയച്ച ഒരൊറ്റ വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മുത്തുനബിയുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എത്ര പറയാനുണ്ട്? നബിയുടെ പൊരുത്തം എത്ര പറയാനുണ്ട്? അതുകൊണ്ടല്ലേ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചത്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു സ്നേഹിച്ചതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തിയില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പരിശുദ്ധമായ ബദറിലേക്ക് മാർച്ച് ചെയ്ത് ബദറിന്റെ രണാങ്കണത്തിൽ എത്തി നിൽക്കുമ്പോ സബ്ബ ജറാഹു അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുശ്രിക്കുകളിൽ പെട്ടതാകുന്ന ജറാഹ് എന്ന് പറയുന്ന കാഫിറായ വ്യക്തി, അബൂജഹലിനോടൊപ്പം കടന്നു വന്ന വ്യക്തി അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കുകയാണ്. ജറാഹിന്റെ മകനാകുന്ന അബൂ ഉബൈദ അല്ലാഹുവിന്റെ റസൂലിന്റെ പക്ഷക്കാരനാണ്, അഥവാ മുസ്ലിമാണ്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനവാവൻ നോക്കുമ്പോ റസൂലുള്ളാഹിയെ ചീത്ത വിളിക്കുകയാണ്. ഉപ്പ ഹബീബായ നബി തങ്ങളെ ചീത്ത വിളിക്കുകയാണ്. ഏറ്റവും മോശപ്പെട്ടതാകുന്ന വാക്ക് വെച്ചുകൊണ്ട് വിളിക്കുന്നത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ എന്ന് പറയുന്ന സ്വഹാബിക്ക് അത് കഴിയുന്നില്ല. വാപ്പ കുഫാറുകളുടെ പക്ഷത്താണ്. രണാങ്കണത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ചീത്ത വിളിക്കുകയാണ്. റഅയ്നാ വസ്ബത അബൂ ഉബൈദ. സ്വഹാബത്ത് പറയുകയാണ്, സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങളൊരു ചാട്ടമാണ് കാണുന്നത്. അബൂ ഉബൈദ ഊരിപ്പിടിച്ച വാളുമായി പോർക്കളത്തിലേക്ക് ചാടിയിറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ തന്റെ ഉപ്പയുടെ തലയിതാ ഛേദിച്ച് ഉപ്പയുടെ തലയിതാ വെട്ടിയെടുത്തുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. ഒരു കൈയിൽ വാള് പിടിച്ച് മറുകൈയിൽ ഇതാ ഉപ്പയുടെ തല പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ ഹബീബായ നബി തങ്ങളുടെ മുഖം തിരിക്കുകയാണ്. കാരണം ചെയ്തത് അവിവേകമാണല്ലോ. ഉപ്പയുടെ തലയല്ലേ ഇവൻ വെട്ടിയെടുത്തത് എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂല് മുഖം അങ്ങ് തിരിച്ചപ്പോ നസലൽ അമീൻ
മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകടിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അബൂ ഉബൈദ ചെയ്തത് ശരിയാണ്. സ്വന്തം ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ സഹോദരങ്ങളെക്കാൾ സഹോദരിമാരെക്കാൾ ബന്ധുമിത്രാദികളെക്കാൾ മക്കളെക്കാൾ അയൽവാസികളെക്കാൾ നാട്ടുകാരെക്കാൾ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെക്കാൾ അമ്പരചുംബികളായ മണിമേടകളെക്കാൾ മാളിക സൗധങ്ങളെക്കാൾ കച്ചവട ശൃംഖലകളെക്കാൾ അവന്റെ പണത്തെക്കാൾ പവറിനേക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ മുഅ്മിനാകുകയില്ല എന്ന് നബിയേ തങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അബൂ ഉബൈദ ചെയ്തത് ശരിയാണ്. തങ്ങളെ ചീത്ത വിളിച്ചത് കൊണ്ടാണ് അബൂ ഉബൈദ സ്വന്തം ഉപ്പയുടെ തല വെട്ടിയെടുത്തത്. അതുകൊണ്ട് അബൂ ഉബൈദയ്ക്ക് സ്വർഗമാണ് സ്വർഗമാണ് സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂ ഉബൈദ അബൂ ഉബൈദ ഫിൽ ജന്ന وامين هذه الامه. ഈ സമുദായത്തിന് ഒരു വിശ്വസ്തനുണ്ട് എങ്കിൽ അത് അബൂ ഉബൈദയാണ്. അബൂ ഉബൈദയാണ്. അബൂ ഉബൈദ സ്വർഗ്ഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം പുൽകാൻ കാരണമാവുകയാണ്. പഠിച്ചു വെക്കണേ മുസ്ലിമേ. അബൂ ഹുറൈറ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തെല്ലാവരും നിൽക്കുമ്പോ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയമാണ്. അബൂ ലുഅലുഅത്തിന്റെ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ കിടക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ അനുയായികൾ വന്നിട്ട് ചോദിച്ചു, ഉമറേ, അടുത്ത ഭരണാധികാരി ആരാണ്? അടുത്ത ഭരണന്മാർക്കാണ് ആരാണ് അടുത്ത അമീർ? അവിടുന്ന് നിർദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമായി. മരിക്കാൻ പോയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ലോക ജനതയോട് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഞാൻ ഒരിക്കലും ഒരു നേതാവിനെ പറയുകയില്ല, ലൗ കാന അബൂ ഉബൈദ ഹയ്യാ. സഹാബത്തെ, അബൂ ഉബൈദയാണ് മരിച്ചില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം യുദ്ധത്തിൽ മരണപ്പെട്ടു പോയില്ലയോ, അബൂ ഉബൈദ മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനാക്കിയിരുന്നേനല്ല ജഅൽതുഹു ഖലീഫത്തൽ മുസ്ലിമീൻ. അബൂ ഉബൈദയെ അടുത്ത നേതൃത്വമായി അടുത്ത ഖലീഫയായി ഞാൻ നിശ്ചയിച്ചേനെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അനുയായികൾ മിണ്ടാതെ നിൽക്കുമ്പോ അബൂ ഉബൈദ വീണ്ടും പറയുകയാണ്, എന്തേ കാരണം ലിഅന്നീ സമീഉതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ നാമം കൊണ്ട് മദ്ഹ് ചെയ്ത വ്യക്തിയാണ്, പുകഴ്ത്തി പറഞ്ഞ വ്യക്തിയാണ്. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ. നബി തങ്ങൾ പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. അബൂ ഉബൈദ ഈ സമുദായത്തിന്റെ വിശ്വസ്തനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ അടുത്ത ഖലീഫയാക്കിയേനെ എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ഖലീഫ ആകേണ്ട ആളായിരുന്നു അദ്ദേഹം മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, യുദ്ധത്തിൽ ഷഹീദായില്ലായിരുന്നുവെങ്കിൽ അടുത്ത ഖലീഫയായി ഞാൻ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുമായിരുന്നുവെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്ര സ്ഥാനമാണ് അബൂ ഉബൈദയ്ക്ക്. എന്തുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം കുടുംബത്തെക്കാൾ, സ്വന്തം സഹോദരങ്ങളെക്കാൾ, സ്വന്തം കച്ചവടത്തെക്കാൾ, സ്വന്തം പണത്തെക്കാൾ, സ്വന്തം പവറിനേക്കാൾ, എല്ലാത്തിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിച്ചു പോയി. നമ്മളിങ്ങനെ പറയും സ്വന്തത്തെക്കാളും അപ്പയെക്കാളും ഉമ്മയെക്കാളും ഒക്കെ ഭയങ്കര ശ്രേയമാണ്. അതൊക്കെ കഴിഞ്ഞ് രാവിലെ സുബഹിയാകുമ്പോ ബാങ്ക് വിളിച്ചിട്ട് സുഖമായിട്ട് പൊതിച്ചടക്കുക. ഭയങ്കര ഡയലോഗൊക്കെയാ. മുത്തുനബിയെ കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയ ഉടനെ
ഭയങ്കര വിഷം. സുബഹിക്കരിക്കത്തില്ല ഹൈവാൻ, എന്നിട്ടാണ് പ്രാലിക്കിറങ്ങുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെന്ത് എവിടെ പോയി? നമ്മളൊക്കെ പിഴച്ചില്ലേ? നമ്മൾ നബി തങ്ങളുടെ എന്ത് സുന്നത്താണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? പ്രവാചകന്റെ തിരുസുന്നത്ത് നമസ്കാരിക്കാൻ നിൽക്കുന്ന സമയത്ത് തലമറയ്ക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് ആ സുന്നത്ത് നമ്മൾ കൊണ്ടുവരുന്നവരുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും തലയിൽ തൊപ്പിയുണ്ടായിരുന്നു, തലമറച്ചിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. എവിടെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നുമില്ലാതെ. ഇത് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും തലമറച്ചിട്ട് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി. അതൊക്കെയാണ് സുന്നത്ത്. ആ സുന്നത്തൊക്കെ നമ്മൾ എവിടെ എടുക്കും? നമ്മൾ തലമറച്ചിട്ട് അങ്ങോട്ട് കയറിയ പെണ്ണുങ്ങൾ കളിയാക്കി കരിക്കാൻ പോകണം. അത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാത്റൂമിൽ കയറുമ്പോ ടോയ്ലറ്റിൽ കയറുമ്പോ തലമറയ്ക്കുന്നവരുണ്ടോ? ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു പുതപ്പിന് കീഴിൽ നിങ്ങൾ ആകണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പരിപൂർണമായി നഗ്നരായി കൊണ്ട് ബന്ധപ്പെടുന്നവരില്ലേ? പരിപൂർണമായി നഗ്നരായി കുളിക്കുന്ന സമൂഹം മുസ്ലിം സമുദായത്തിലില്ലേ? മാറ്റം വരണ്ടേ? താടി വെച്ച ചെറുപ്പക്കാരാ, നീ താടി വെച്ചത് റസൂലുള്ളാഹിയുടെ തിരുസുന്നത്ത് വെച്ചിട്ടാണോ? അതല്ല ദുൽഖർ സൽമാൻ താടി വെച്ചത് കണ്ടിട്ടാണോ? സിനിമാ നടന്മാരെ കണ്ടപ്പോ ഹൈവാൻ നല്ല താടി, ഓൻ പഠിച്ചപ്പോഴത്തേക്ക് ഓൻ ഫുള്ളായിട്ട് അങ്ങ് പഠിച്ചു. മീശ വെക്കുന്ന ചെറുപ്പക്കാരാ, മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടണേ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് അത് ഉലമാക്കൾ ശാഫി മദ്ഹബിൽ പ്രബലമായി പഠിപ്പിച്ചിട്ട് നിന്റെ കീഴ്ചുണ്ട് വരെ മീശ ഇങ്ങനെ താഴ്ത്തിയിടുന്നത് ഏത് നടന്റെ മോഡലാണ്? നീ റസൂലുള്ളാഹിയുടെ അനുയായിയാണോ? റസൂലുള്ളാഹി ഭയങ്കര ഇഷ്ടമാണ്, പാപ്പായേക്കാൾ അല്ലാഹുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ഇഷ്ടമാണ്? നിന്റെ മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ നിന്റെ മീശയൊന്ന് വെട്ടി നിർത്തണേ, അത് റസൂലുള്ളാഹിയുടെ തിരുസുന്നത്താണ്. മീശ ഇങ്ങനെ പിരിച്ചു വെച്ച് റാഹത്തായിട്ട് നടക്കുക, കൊമ്പം മീശ. എന്ത് കാര്യം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടി നിർത്തണം. അല്ല തത്തമ്മ ചുണ്ടാക്കണമെന്നർത്ഥം. മുകളിലത്തെ ചുണ്ട് വെട്ടി നിർത്തണം, ചുണ്ടിന്റെ ചുവപ്പ് കാണാം. ഇതിങ്ങനെ കീഴ്ചുണ്ട് വരെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ചായ കുടിക്കുമ്പോൾ ഇച്ചിരി മിച്ചമുണ്ട്, ആഹത്തായിട്ട് കുടിച്ചോണ്ടിരിക്കുക. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചവിടെ മിച്ചം വരും. നമ്മളെന്നിട്ട് ഭയങ്കര തിരുസുന്നത്തിന്റെ അഹ്ലുകാർ, ഭയങ്കര സുന്നത്യമായ. എന്ത് സുന്നത്യമായ? എവിടെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത്? എവിടെ? നീ ടോയ്ലറ്റിലേക്ക് കയറുമ്പോ ഇടതുകാല് വെച്ച് കയറണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലണേ. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും അല്ലാഹ് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ചൊല്ലണേ. ആരാണ് സഹോദരാ ചെല്ലുന്നവർ? ഇടതുകാല് വെച്ച് കയറുന്നവരാരാണ്? ഇടത് ഭാഗത്തിന്റെ മേൽ ആസ്വദിക്കുന്നത് ആരാണ്? നീ ടോയ്ലറ്റിലേക്ക് ചെന്നിരിക്കുന്നതിന് പ്രകാരം മാത്രമാണ് നിന്റെ തുണി മുകളിലേക്ക് ഉയർത്തേണ്ടത് എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഇത് മൂത്രമൊഴിക്കാൻ പോവാൻ പിലാക്കൽ പള്ളിക്ക് പോകാൻ പോവാ. ഇവിടുന്ന് തന്നെ പോകുമ്പോഴത്തേക്ക് മുണ്ടൊക്കെ മാടിക്കൊച്ചു. എങ്ങോട്ട് പോവാ ആചാരെ? പള്ളി പോവാ മൂത്രമൊഴിക്കാൻ. വാഹത്തായിട്ട് തൊടയൊക്കെ കാണിച്ചിട്ട് ആചാര് പോവാ. ഇങ്ങനെയല്ലേ ചെയ്യുന്നു? പള്ളിയിലെ മുസ്ലിയാരെ അവിടെ ഇപ്പൊ ഉണ്ടാവും. മുസ്ലിയാറെ മുന്നിൽ മുണ്ടൊക്കെ മുസ്ലിയാരെ സുഖല്ലേ? രാവിലെ കഴിച്ചായിരുന്നോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. തൊടയൊക്കെ വെളിയിൽ കാണിച്ചോണ്ടാ നിൽക്കുന്നത്. മുട്ടുപൊക്കലിനെ ഉൾപ്പെടെ മറച്ചിരിക്കണ്ടേ? നിർബന്ധമല്ലേ? സുന്നത്തല്ലല്ലോ, നിർബന്ധമല്ലേ? ലോകത്ത് മുണ്ട് മടക്കി കുത്തുന്ന ഒരൊറ്റ സമൂഹം മലയാളികൾ. സൗദി ചെന്നിട്ട് മുണ്ട് അങ്ങനെ മടക്കി കുത്തുന്നുണ്ടോ? ഓനോട് നേരത്തെ എന്നിട്ട് മലയാളത്തിൽ സംസാരിക്കും. കാരണം എന്താ? മലയാളി മാത്രമല്ല അങ്ങനെ മുണ്ട് മടക്കി കുത്തുള്ളൂ. സംസ്കാര ശൂന്യർ. സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്നു, പക്ഷെ സംസ്കാരമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുണ്ടിങ്ങനെ മുണ്ട് ഉടുക്കുകയാണ്, എന്നിട്ട് പിന്നെ അത് മടക്കി കൂത്തി ഭയങ്കര സംഭവമായിട്ട് നിൽക്കുക ആള്. നമ്മുടെ എത്ര സുന്നത്ത് പോയി. ബാത്റൂമിലെ ടോയ്ലറ്റിലേക്ക് കയറി അങ്ങോട്ട് ഇരിക്കുന്നതിന് പ്രകാരമാണ് നിന്റെ നഗ്നത വെളിവാക്കുന്നത്. ആര് ശ്രദ്ധിക്കുന്നു? ഇടത് ഭാഗത്തിന്മേൽ ആസ്വദിക്കണം. ഇപ്പൊ എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റ് ആസ്വദിച്ചില്ലേ? എല്ലാ വീടുകളിലും പുതിയ വീട് പണിയുന്നിടത്തൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് വരെയാണ്. എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റ് ആക്കി. അതുകൊണ്ട് എന്താ? ഈ പലജാതി അസുഖങ്ങളാണ്. ശരിക്കും അവന് ശോധന നടക്കുന്നില്ല, മലമൂത്ര വിസർജനം പരിപൂർണമാകുന്നില്ല. എത്ര കഴിഞ്ഞാലും പിന്നീടും കുറച്ച് അവശേഷിക്കുന്നത് പോലെ അവന് തന്നെ ഒരു തോന്നലുണ്ടാവുക. വൻകുടലിൻ്റെതാകുന്ന ശൈലി ഇടതുഭാഗത്തിന്മേലല്ലേ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇടതുഭാഗത്തിന്മേൽ ആസ്വദിച്ചിരുന്നാൽ പരിപൂർണമായി മലമൂത്ര വിസർജനം നടക്കും.
ആരായത് ശ്രദ്ധിക്കുന്നത്? ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ട് എന്തേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ടോയ്ലറ്റിൽ ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങണേ, അവിടെ കയറുമ്പോൾ തന്നെ തലയിൽ തൊപ്പി ധരിക്കണേ, നഗ്നത മറക്കണേ, വലത് കാല് വെച്ച് ഇറങ്ങിക്കൊണ്ട് പറയണേ ഗുഫ്റാനക അൽഹംദുലില്ലാഹി അദ്ഹബ അന്നിൽ അദാ വഅഫാനി, അല്ലാഹു എന്റെ മ്ലേച്ഛതകളെ നീക്കിയതാകുന്ന പടച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും, നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഇത് പറയുന്നവനാരാണ്? ഒരു ദിവസം 5-10 പ്രാവശ്യം ടോയ്ലറ്റിലേക്ക് പോകുന്ന മുസ്ലിം അല്ലയോ, സുന്നിയല്ലയോ? നിന്റെ ജീവിതത്തിൽ ഇത് കടന്നു വരാത്തത് എന്താണ്? പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ച് കയറണേ, ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ച് ഇറങ്ങണേ, ഇടതുകാലിൽ നീ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലതുകാല് ചെരുപ്പ് ധരിക്കണേ, അത് തന്നെ ഇരുന്നു കൊണ്ട് ധരിക്കണേ. ചെരുപ്പ് ഊരുമ്പോൾ ഇടതുകാലിലെ ചെരുപ്പാദ്യം ഊരണേ, നീ പാൻസ് ധരിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് പാൻസ് ഇടണേ. അങ്ങനെ അല്പമിട്ടതിന് ശേഷം 2 കാലും ഇട്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിപൂർണമായിടണേ. നിന്നുകൊണ്ട് തലമുടി ചീകരുതേ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതല്ലയോ, അലമാരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മുടി ചീകി ഒതുക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഹമ്മ് വിട്ടു ഒഴിയുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതല്ലേ മനസ്സിനിപ്പോഴും ക്ലേശം, മനസ്സിനിപ്പോഴും ഒരു ടെൻഷൻ. കൊടുത്താലിന് കിട്ടുമോ? പണം നമുക്ക് വരുമോ? സമ്പത്തിന് നമുക്ക് തിരിച്ചു വരുമോ? സാമ്പത്തിക അടിത്തറ പാകാൻ കഴിയുമോ? ഇഖാമ ശരിയാകുമോ? വിസറടിയാകുമോ? മക്കളെ പഠിത്തം ശരിയാകുമോ? എന്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹമുണ്ടാകുമോ? എന്തേ പെണ്ണേ നിനക്കില്ലാതെ പോയത്? നീ പോയി ഇരിക്കുകയാണ് എങ്കിൽ തന്നെ വാതിൽപ്പടിയിൽ ഇരിക്കരുതേ, അത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതാണ് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. നിന്നുകൊണ്ട് ചീകരുതേ, അത് ഹമ്മുണ്ടാകും, അഥവാ മനസ്സിനെപ്പോഴും ക്ലേശമുണ്ടാകും. ഇരുന്നു കൊണ്ട് വാതിൽപ്പടിയിലും ഇരിക്കരുതേ, അത് ചീകാനായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും, അടുക്കള വാതിലാകട്ടെ, വീതിലിന്റെ വാതിൽപ്പടികളാകട്ടെ, ഇരിക്കരുത് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നു. വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറുകയില്ല. നമ്മൾ ഇരുന്ന ചീകാർ ഉസ്താദ, പെണ്ണുങ്ങൾ പറയാം എവിടെ ഇരിക്കുന്നത്? അത് വീടിന്റെ വാതുക്കപ്പടി. ഭർത്താവ് പകലന്തിയോളം പണിയെടുത്താലും പൈസ പുരൂസ് കിട്ടൂല. യജമാനൻ പറയും ഇന്ന് പോയിട്ട് നാളെ തരാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മൂപ്പരെ കാണില്ല, മൂപ്പര് ഗൾഫിൽ പോയി 2 മാസം കഴിഞ്ഞിട്ട് വരും. അതുവരെ ജോലി ചെയ്തു, കൂലിയില്ല. എന്താ കാര്യം? സംഭവമൊന്നുമില്ല, പെണ്ണുങ്ങളും ഇവിടെ ഇരുന്നതാ. അതാ വിഷയമായി ദാരിദ്ര്യം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബിതങ്ങൾ പഠിപ്പിച്ച വെച്ച് നോക്ക്, നിങ്ങൾ ഇരുന്നു കൊണ്ടൊക്കെ ഒന്ന് മുടി ചീകി നോക്കും, എന്നിട്ട് ആ ഭാര്യയുടെ മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭർത്താക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക വേണ്ടേ? എന്റെ ഭർത്താവാകുന്ന റസൂലുള്ളാഹ് എന്റെ തലമുടികൾ ചീകിത്തരുമായിരുന്നു. എനിക്ക് ഹൈദുള്ള സമയത്ത് പോലും, അഥവാ എനിക്ക് അശുദ്ധിയുള്ള സമയത്ത് പോലും എന്റെ തലമുടി മുത്തുനബി ചീകുമായിരുന്നു. എന്റെ തലമുടിയുള്ള ഇടകളിലൂടെ നബിതങ്ങൾ കൈ ഓടിക്കുമായിരുന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. നമ്മളാണെങ്കിൽ അശുദ്ധിയാണ്, പോയിട്ട് വരാം, 2 ആഴ്ചത്തേക്ക് ഇനിയില്ല, അസ്സലാമു അലൈക്കും, പോയിട്ട് വരാം. എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഒരു പുതപ്പിൻ കീഴിൽ കടക്കുമായിരുന്നു. ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല, മറിച്ച് അശുദ്ധിയുള്ള സമയത്ത് എനിക്ക് സ്നേഹം പകർന്ന് എന്നോടൊപ്പം നബിതങ്ങളെ ചേർന്ന് കടക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. നമ്മൾ എത്ര പാഠം പഠിക്കണം, കുടുംബജീവിതമൊക്കെ കുറെ പഠിക്കണം നമ്മൾ നബിയിൽ നിന്ന്. അല്ലാതെ ബീഫും പൊറോട്ടയും റാഹത്ത് നെയ്ച്ചോറും മാത്രം അടിച്ച് അല്ലാഹ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അതൊക്കെ വേണം, അതൊക്കെ അല്ലാഹു നിലനിർത്തി തരട്ടെ. പക്ഷെ അതോടൊപ്പം ഈ റബീഉൽ അവ്വൽ ഇവിടെ പറയുമ്പോൾ കുറെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ വരണം, നബിതങ്ങളുടെ മാതൃകയാക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ 3 ദിവസത്തെ പട്ടിണിക്ക് ശേഷം ഇതാ ഒരു ആടിന്റെ കുറക് ഒരു സഹാബി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആടിൻ്റെതാകുന്ന നല്ല ഒരു കാലിന്റെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിയുടെ കയ്യിൽ കൊടുക്കുന്നു. ആയിഷ ബിയോട് പറയുന്നു, ആയിഷ നീ കഴിക്കണേ കഴിക്കണേ. ആയിഷ ബി പറഞ്ഞു, നബിയേ വല്ലാഹി ലാ കുരു ഹത്താ അകൽത, തങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കൂല നബിയേ. അത് ഭാര്യയുടെ സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹമാണ്. നബിതങ്ങൾ കൂട്ടാക്കുന്നില്ല, കാരണം 3 ദിവസമായി ഒരുമിച്ച് പട്ടിണിയിലാണ്. അതുകൊണ്ട് ഭാര്യയെ നിർബന്ധിക്കുന്നു പരിശുദ്ധ പ്രവാചകൻ.
പഠിച്ചു വെക്കണേ. നമ്മൾ മഗ്രിബ് നമസ്കരിച്ചുകൊണ്ട് റമദാനിൽ നോമ്പ് തുറക്കുമ്പോ നമ്മുടെ ഭാര്യ തൊട്ടപ്പുറത്ത് നമുക്ക് വേണ്ടി വിളമ്പോയാണ്. അവൾ പിന്നീട് മഗ്രിബ് നമസ്കരിക്കുന്നു, ഇശയോടടുക്കുന്നു. അവൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ആ ഭാര്യയോടൊപ്പം ഒരുമിച്ചിരിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മളെപ്പോലെ പകല് മുഴുവനും നോമ്പനുഷ്ഠിച്ച പാവപ്പെട്ട പെങ്ങള്, പാവപ്പെട്ട സഹോദരി, പാവപ്പെട്ട ഉമ്മ, അവരെ കൂടി ഒരുമിച്ച് ഒരു ഡൈനിങ് ടേബിൾ ഇരുത്തിക്കൊണ്ട് ഒരുമിച്ച് കൊണ്ടിരുന്നുകൊണ്ട് വിളമ്പി കൊടുക്കണേ. ഭർത്താവ് നിന്റെ കടമയാണ്, അവർ കഴിക്കാതെ നീ കഴിക്കരുതേ. വാപ്പയും ഉമ്മയും കഴിക്കാതെ കഴിക്കരുതേ. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവി നിർബന്ധിക്കുന്നു. നബി തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനമായി ഇറച്ചി കഷ്ണം വായിലേക്ക് എടുത്തു വെച്ച് കടിച്ചു ആയിഷാ ബീവി. എന്നിട്ട് നബിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആയിഷാ ബീവിയുടെ നോട്ടം മുത്തുനബി എവിടെയാണ് കടിക്കുന്നത്? ഞാൻ കടിച്ച സ്ഥലത്ത് നബി തങ്ങൾ കടിക്കുമോ? ഞാൻ എന്റെ പല്ലുകൾ വെച്ചതാകുന്ന ഭാഗത്ത് മുത്തുനബി പല്ല് വെക്കുമോ? ആയിഷാ ബീവിക്ക് തെറ്റിയില്ല. കാരണം ഇത് ലോകത്തിന്റെ നായകനല്ലയോ? കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നല്ല രീതിയിൽ സ്നേഹിച്ച്, ഈ ദുനിയാവിൽ എനിക്ക് 3 വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതിലൊന്ന് അത്തറാണ് എങ്കിൽ രണ്ടാമത്തത് എന്റെ ഭാര്യമാരാണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവി നോക്കി നിൽക്കെ എവിടെയാണോ ആയിഷാ ബീവി വാ വെച്ചത് അവിടേക്ക് തന്നെ വാ ചേർത്ത് വെക്കുന്നു. എവിടെയാണോ ആയിഷാ ബീവി കടിച്ചത് അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ പല്ല് വെച്ചുകൊണ്ട് നിബിധങ്ങൾ കടിക്കുന്നത് കണ്ടപ്പോ ഫബക്കത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മാറത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് നിബിധങ്ങൾ ചോദിക്കുന്നു, ആയിഷ പട്ടിണി കാരണമായിട്ടാണോ നീ കരയുന്നത്? 3 ദിവസമായി നമ്മൾ പട്ടിണിയിലാണ്. ഈ പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പം ഇറങ്ങി വന്നതിന്റെ പേരിൽ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയാക്കിയതിന്റെ പേരിൽ നീ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. പട്ടിണി കടന്നതിന്റെ പേരിലാണോ നീ കരയുന്നത് എന്ന് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ ആയിഷാ ബീവി കൊടുത്ത മറുപടി, അല്ല, ഹുബ്ബുക ഫിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തേക്ക് എന്നോടുള്ള സ്നേഹം കണ്ടിട്ടാണ്, അവിടുത്തേക്ക് എന്നോടുള്ള അനുരാഗം കണ്ടിട്ടാണ്. അതങ്ങ് കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയി. നമ്മളാണെങ്കിലോ ടൗണിൽ പോവും, നല്ല ചമ്പറോട്ടം പാലം ഇറങ്ങി അപ്പുറത്ത് ചന്തയിൽ പോയിട്ട് നല്ല റാഹത്തായിട്ട് ആപ്പിളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും, കഴിക്കും. അത് പറഞ്ഞല്ലേ എല്ലാരും കഴിക്കും, ഇതന്നെ ആരും കഴിക്കും. സാധാരണ നമ്മൾ തന്നെ കഴിക്കില്ല, എന്നാലും കഴിച്ചോ. അങ്ങനെ കഴിച്ചിട്ട് ഒരു കടി കടിച്ചു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കും, എവിടെയാ കടിച്ചത്? അതാ ഇവിടെ, അതിന് ഇപ്പുറത്തെ ഭാഗം എടുത്തിട്ട് യാതൊന്നുമില്ല. കാരണം നീ കടിച്ചത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ചോദിച്ചത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കടിക്കും. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനല്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട്, ഭാര്യയുമായി ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിച്ചതാകുന്ന സമയവും സന്ദർഭവും എന്തേ നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ, കല്യാണം കഴിഞ്ഞ് പലരും പറയും, ഉസ്താദേ എന്റെ ഭാര്യയ്ക്ക് പഴയതുപോലെ സ്നേഹമില്ല, 40 വയസ്സുള്ള സ്ത്രീകൾ ഒളിച്ചോടുന്നു, വാതിലെന്ന് പറയണേ ഉസ്താദേ. 18 പെമ്മക്കൾ ഒളിച്ചോടുന്നു, ഒന്ന് പറയണേ ഉസ്താദേ. എടാ പൊന്നുമോനെ, നീ നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കേണ്ട സ്നേഹം നീ മാന്യമായി നൽകിയിട്ടുണ്ടോ? 18 വയസ്സുള്ള പൊന്നമോൾക്ക് നീ സ്നേഹം നല്ലതുപോലെ കൊടുത്തിട്ടുണ്ടോ? 40 വയസ്സെത്തുന്ന ഭാര്യ നീ സ്നേഹിക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ, കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണിനോട് തന്നെ നിനക്ക് വല്ലാത്ത പ്രേമമാണ്, അനുരാഗമാണ്, പരസ്പരം ഫോംവിളിയാണ്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഫോംവിളി വിവാഹത്തിന് മുമ്പ് ഹറാമാണ്. ഒരൊറ്റ ഫോംവിളി പോലും പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഫോം വിളിച്ചുകൊണ്ട് ബന്ധം പുതുക്കുന്ന സഹോദര സഹോദരിമാർ പഠിച്ചു വെക്കണേ. വിവാഹ ജീവിതത്തിന് മുമ്പ് നിന്റെ ഫോം വിളിയും നിന്റെ പ്രേമവും കാരണം വിവാഹം അധികം നീണ്ടു നിൽക്കൂല, വൈവാഹിക ജീവിതം താറുമാറാകുമേ. ഇത് ചരിത്രം സാക്ഷിയാണ്. കാരണം എന്താ? ഫോം വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യം കൊള്ളല പരിപാടി. നിനക്ക് വല്ല പ്രേമം ഉണ്ടായിരുന്ന?
എന്തായാലും ഞാൻ നിന്നെ കിട്ടും, നീ വിഷമിക്കൊന്നും വേണ്ട, എന്റെ കാര്യം എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കരുത്, നീ ഒന്ന് പറയടി ഇവിടെ പ്രേമുണ്ട്, ചമ്പറത്തത് ഏജക്കനായിട്ട് വേണം, എല്ലാ കാര്യം ഹിസ്റ്ററി മൊത്തം കളി. ഇക്കാക്ക് വല്ല പ്രേമുണ്ടോ? ഇക്ക വല്ല രക്ഷയുണ്ടോ? ഇക്ക വിട്ടുകൊടുക്കുമോ? ഇക്കാക്ക് 15 എണ്ണോ കിടക്കുന്നത്, നമുക്ക് പ്രേമോ അടച്ചോ കാത്തൊരു പ്രേമോ, ഒരു പെണ്ണുങ്ങൾ നോക്കത്തൂരില്ല. എന്റെ മുഖത്താണ് ആകെ കൂടി നോക്കിയിട്ടുള്ളൂ. ഉള്ള ഹിസ്റ്ററി മൊത്തം അറിഞ്ഞ് ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും പറയാൻ എനിക്ക് വേണ്ട. അപ്പൊ ഉസ്താദ് ഹിസ്റ്ററി കൊടുക്കാതിരുന്ന പോലെ അതിലൊക്കെ നമ്മൾ നല്ല വിരുന്നാണ്. നമ്മൾ ഒരുപാട് പേരെ പറ്റിച്ചാണ്, ഒരുപാട് കാമുകന്മാര് നമുക്കും ഉണ്ട്, അതുകൊണ്ട് നമുക്കിതൊക്കെ അറിയാം. പക്ഷെ വിവാഹത്തിന് മുമ്പുള്ള പരസ്പര സംസാരം കൊണ്ട് വൈവാഹിക ജീവിതം ഒരുപാട് നീണ്ടു നിൽക്കൂല. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്ക്, 50 സിനിമാ നടീനടന്മാര് നല്ലപോലെ പരസ്പരം സ്നേഹിക്കാൻ അറിയുന്ന, നമ്മളെക്കാൾ നല്ല രീതിയിൽ സ്നേഹത്തിന്റെ രൂപഭാഗങ്ങൾ മുഖത്ത് വരുത്തുകയും ശരീരത്തിന്റെ ആകാര സൗഷ്ഠങ്ങളുമുള്ള നല്ല സൗന്ദര്യബോധമുള്ളതാകുന്ന നടീനടന്മാർ 50 പേരിലധികവും പരസ്പരം വിവാഹം കഴിച്ചിട്ട് മോചിതരായ ചരിത്രം യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. ഇത് ഹിന്ദി നടന്മാരെ കുറിച്ചല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്, മലയാളത്തിലെ നടീനടന്മാരാണ്. ദിലീപും മഞ്ജു വാര്യരും അറിയില്ലേ? പിന്നെ ഇന്ന് രാവിലെ കൂടെ പടം കണ്ടിട്ടാ വന്ന മുസ്ലിയാര് എന്താ പറയുക, അല്ലാഹു നമ്മളെ കാക്കട്ടെ അല്ലേ. അങ്ങനെ എത്ര കഥകൾ കിടക്കുന്നു. എവിടെ പോയി 50 നടീനടന്മാർ, 1-2 അല്ല, കൂടി പെണ്ണം കൂടിക്കൊണ്ടിരിക്കാൻ. ഞാനിതൊരു 5 കൊല്ലം മുമ്പ് സെർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയതാണ് 50 നടീനടന്മാർ. അവരുടെയൊക്കെ പേര്, ഫുൾ പേര്, പഴയ കാല നടീനടന്മാർ ഉൾപ്പെടെ, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഉൾപ്പെടെ നടീനടന്മാര് വിവാഹം കഴിച്ചു. നല്ല രീതിയിൽ സ്നേഹിക്കാൻ അറിയുന്നവർ, പരസ്പരം കെട്ടിപ്പുണരാൻ അറിയുന്നവർ, പ്രശ്നങ്ങളൊക്കെ താറുമാറാകാതെ നല്ല രീതിയിൽ അത് സൗമ്യതയിൽ കൊണ്ടുപോകാനൊക്കെ കഴിവുള്ള ആളുകളാണ്. പക്ഷെ കുടുംബജീവിതം തകർന്നുപോയി. എന്തുകൊണ്ട്? നേരത്തെ തന്നെ ഉള്ളതാകുന്ന ബന്ധപ്പെടൽ കണക്ഷനുകളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അത് വേണ്ട. വിവാഹം കഴിഞ്ഞിട്ട് പരസ്പരം സ്നേഹിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കര ബന്ധം, വിവാഹം കഴിഞ്ഞും ഭയങ്കര ബന്ധം. ഭാര്യയുടെ ഒരു കോൾ അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുക. സംസാരിക്കുന്നു, മണിക്കൂറുകളോളം സംസാരിക്കുന്നു, വാട്സാപ്പിൽ മെസ്സേജ് ഇങ്ങനെ തുരുതുരയക്കുന്നു. പക്ഷേ 2-3 മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് കുട്ടികളാകുമ്പോ പഴയ സ്നേഹം കാണുന്നില്ല. ഭാര്യ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. വാട്സാപ്പിൽ പഴയതുപോലെയുള്ള മെസ്സേജുകളില്ല, സ്നേഹത്തിൽ ചാലിച്ച വാക്കുകളില്ല. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ വന്നുപോയി. നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഭാര്യ ഇതൊക്കെ പഴയ പോലെ പ്രതീക്ഷിച്ചിരിക്കാൻ. 40 കഴിഞ്ഞാലും നമ്മുടെ ഭാര്യ നമ്മളെ ആ രീതിയിൽ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു ഔട്ടിങ്ങിന് പോണം. നമുക്ക് നല്ല കടപ്പുറം ഇല്ലേ? കടപ്പുറത്തല്ല ഒഴിഞ്ഞ സ്ഥലം, അന്യപുരുഷന്മാരൊന്നും വരാത്തൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ കുറച്ചേരം ഇരിക്കണം. മക്കളെ നോക്കണം. അല്ലെ കടപ്പുറത്ത് പോയിരുന്നു നമ്മൾ അവരുമായിട്ട് വർത്താനം പറഞ്ഞ് മക്കൾ കടലും കൊണ്ടുപോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മക്കൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ നോക്കിക്കോണം, അത് വേറെ വിഷയം. ഭാര്യയായിട്ട് ഒഴിഞ്ഞിരുന്ന് കുറച്ചേരം വർത്തമാനമൊക്കെ പറഞ്ഞു വീട്ടിലിരുന്ന വർത്താനം പറയില്ല, അതില്ല. അത് അവരൊരു ഔട്ടിങ് എപ്പോഴും പ്രതീക്ഷിക്കണം. കാരണം നമ്മളെപ്പോഴും പുറത്താണ്, അവരെപ്പോഴും വീടിന്റെ അകത്തളത്തിലാണ്. അപ്പൊ അവര് പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാം ആ റൂമിനകത്തോട്ട് വന്നു, അയവാനെ ഈ റൂമിനകത്തിരുന്നിരുന്ന് നമ്മൾ ഇടങ്ങേറായി, വർഷം 10 ഇനിയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുപോകും എന്നവരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഴ്ചയിലോ 2 ആഴ്ചയിലോ മാസത്തിലോ എങ്കിലും അവരെ പുറത്തുനിന്ന് കൊണ്ടുപോകണം. നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ചെറിയ രീതിയിൽ 2 പൊറോട്ടയും 1 ഇറച്ചിക്കറിയൊക്കെ വാങ്ങിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കീറിയിച്ചു കൊടുത്ത് റാഹത്തായിട്ട് കഴിക്കും. ഒരു ഫാമിലി റൂമിൽ കയറി എന്ത് രസമായിരിക്കും. ഇനി വേണ്ട, അങ്ങനെ പുറത്തു പോകാൻ നമ്മുടെ ഭാര്യയ്ക്ക് താല്പര്യമില്ല. ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഹോട്ടലിൽ പോകണ്ടേക്കാം, നമുക്ക് ഇച്ചിരി ചിക്കനിങ് വാങ്ങിച്ചാൽ മതി. എന്നാൽ നല്ല നാടൻ കോഴി വാങ്ങിച്ച് വീട്ടിൽ നീ തന്നെ അറുത്ത് നല്ല രീതിയിൽ അത് തൊലി കളഞ്ഞ് റാഹത്തായിട്ട് അത് മുറിച്ച് കഷ്ണങ്ങളാക്കി നീയും കൂടി അടുക്കളയിൽ നിൽക്കണം. എടാ നബിക്ക് മാതൃകയല്ലേ നമ്മളെ വിസലതാലിസ്മതകളെ മാതൃകയാക്കി നമ്മൾ. ഐഷാ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാ, കൈഫ കാന റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ എങ്ങനെയായിരുന്നു? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുകയാ, സ്വഹാബ കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു, തന്റെ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. വൈനാ ഹളറത്
സ്വലാത്തു ഖറജ ഇലൽ മുസല്ലാ. പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമായിരുന്നു. ബാങ്ക് വിളിച്ചാ പിന്നെ അവിടെ നിൽക്കൂല, പിന്നെ വേഗം പള്ളിക്ക് പോകും. ബാക്കിയുള്ള സമയമൊക്കെ എന്താ പരിപാടി? വീട്ടിൽ വന്ന് ഭാര്യയൊക്കെ സഹായിക്കുക. നമുക്ക് കഴിയൂലേ? 10 തേങ്ങ എന്താ പൊതിച്ചാല്? നല്ല ബോഡി ഉണ്ടല്ലോ, ഇതിങ്ങനെ തിന്നിങ്ങനെ നിൽക്കാതെ നീ അതുകൊണ്ട് ഇറങ്ങിയിട്ട് 10 തേങ്ങ എന്താ പൊതിച്ചാല്? കാലുമേ കാല് കയറ്റി വെച്ചുകൊണ്ടിരുന്നിട്ട് ഓറിടുക, മക്കളെവിടെ തേങ്ങ വെച്ചു കൊടുക്കണം, അതെടുത്ത് പാപ്പാടെ പത്രം കൊണ്ട് നടുക്കത്ത് താളം കൊണ്ട് പറഞ്ഞു പോയി, എടുത്തോണ്ട് വേണം. അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ വിളിക്കുക, അവരപ്പം ചുട്ടോണ്ടിരിക്കുക, വേഗം രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടി നിർത്തി. അപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ഇവിടെ വിളിച്ചിട്ട് ഇതാണ്ട് ആ താഴെ കിടക്കുന്ന പേപ്പറിൽ എടുക്കുക, അയവാനത് കുനിയാൻ വരാം. എന്നിട്ട് പറയാം, കൊളസ്ട്രോള മുസ്ലിയാരെ ഒരു 10 ഓതി മുസ്ലിയാരെ എനിക്ക് വേണ്ടി ദ്വാരക്ക് 100 രൂപ തരാതെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആ കൊളസ്ട്രോളൊക്കെ ഒന്ന് ഉരുകട്ടെ, കുറച്ച് ജോലി ചെയ്യും, തേങ്ങ പൊതിക്ക്, സവാള അരിയൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന എത്ര പണികളുണ്ട്. തേങ്ങാക്കൊന്ന് ചിരണ്ടി കൊടുക്കൽ. അടുക്കള പണിയും ആര്? സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ മുത്തുനബിയുടെ അനുയായിയായിട്ട് അടുക്കള കണ്ടിട്ടുണ്ടോ? അടുക്കള പണിഞ്ഞാന്ന് കണ്ടതാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആരാണ്ടൊക്കെ വീട് കാണാൻ വന്നപ്പോ അവരുടെ കൂടെ കയറിയിട്ട് ഇതൊക്കെ കണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ കയറി. അല്ലാഹ്, പിന്നെ ഒന്നും കൂടെ കയറിയിട്ടില്ല. പിന്നെ അടുക്കളയിൽ കയറി ചമ്രം പടിഞ്ഞിരുന്നിട്ട് റാഹത്തായിട്ട് ഫുഡ് അടിക്കും 3 നേരം. അങ്ങനെ അടുക്കള കണ്ടത്, അല്ലാതെ അടുക്കളയിൽ പോകത്തില്ല. അടുക്കളയിലോട്ട് കയറാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അടുക്കളയുടെ വാതിൽക്ക് നിന്നിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു ചായ വേണം കേട്ടായിരുന്നു കേട്ടാ. അങ്ങനത്തെ ആളുകളില്ലേ. ചിലര് ഫോൺ വെച്ചിരിക്കുക അടുക്കളയിലോട്ട്, ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് വിളിച്ചു പറയുക, ഒരു ചായ വേണം, ഒരു കാപ്പി വേണം. ഇതൊക്കെ എന്ത് സമ്പ്രദായമാണ്? ഇതാര് കൊണ്ടുവന്നു? ഇതാര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ വീട്ടിൽ എന്നെ സഹായിക്കുമായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. നമ്മൾ സഹായിച്ചിട്ടുണ്ടോ വീട്ടിൽ? എത്ര നേരം അടുക്കളയിലുണ്ട്? അടുക്കളയിൽ വെറുതെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവര് തേങ്ങ ഇങ്ങനെ ചിരണ്ടി ഇടുമ്പോ അതെടുത്ത് അണ്ണാക്കിലിട്ടുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. അതും അടുക്കളയിൽ നിൽക്കല, അതല്ല. അത് അവരെ സഹായിക്കാനല്ല, ഇടങ്ങേറാക്കാനാണ്. മനസ്സിൽ പറയുന്നില്ല എന്നുള്ളൂ. അവരിങ്ങനെ ചിരണ്ടി ഇടുമ്പോഴത്തേക്ക് അവൻ അത് വാരി ഇങ്ങനെ തിന്നോണ്ടിരിക്കുക. എന്നിട്ട് കഥ എന്തുകൊണ്ട് ഉച്ചയ്ക്ക് എന്നാ കഴിക്കാനെന്താ? അതല്ല. അവരെ സഹായിക്കലുണ്ടോ? പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടോ? ഒരു 10 പാത്രം കഴുകി നോക്കണം, അപ്പറിയാൻ നടുവിന്റെ സുഖം. നമ്മൾ കഴുകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. നടുവിന് നല്ല സുഖമായിരിക്കും. 3 ദിവസം ബെൽറ്റിട്ട് കിടക്കണ്ടേ. കഴുകിയിട്ടുണ്ടോ? ഒരു 10 പാത്രം കഴുകിയിട്ടുണ്ടോ നമ്മൾ? പിന്നെന്ത് ഭർത്താവാണ്? നമ്മളവർക്ക് ഇങ്ങനെ നിന്നിട്ട് 2 പാത്രം കഴിയുമ്പോൾ ഒരു സുഖമായിരിക്കും. 10 എണ്ണം കഴിയാൻ മതി. വേണ്ട, മക്കൾ 5 പേരാണ്. ആ 5 പേര് കഴിച്ച പാത്രം ഒന്ന് കഴുകി റാഹത്തായിട്ട് സോപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകുമ്പോഴേ തന്നെ പിന്നെ ഇങ്ങനെ എഴുന്നേക്കാൻ വരെ ഇങ്ങനെ മസിൽ പിടിച്ച് പതുക്കെ നിൽക്കേണ്ടി വരും കുറച്ചു നേരം. നടുവിന് നല്ല സുഖമാണ്. സ്ത്രീകളെ സമ്മതിക്കണവരെ അല്ലാഹു ഒരു കാഫിയത്ത് കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമുക്ക് ഈ കൊളസ്ട്രോൾ വന്നതും ഈ ഷുഗർ വന്നതും ഈ പ്രഷർ വന്നതും നമ്മൾ അനങ്ങാ പാറകളായെന്നേ ഞാൻ പറയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തേ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കടന്നു വരാതിരുന്നത്? വീട്ടുജോലികൾ നബി തങ്ങൾ ചെയ്യുമായിരുന്നു. വീട്ടുജോലി നിമിതങ്ങൾ ചെയ്യുമായിരുന്നു. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല അർത്ഥത്തിലല്ല, പക്ഷെ പ്രസംഗമാകുമ്പോ അങ്ങനെയാണ്. എപ്പോഴും നിങ്ങൾ അവർ ഉപദേശിക്കുന്ന രീതിയിലായിരിക്കില്ല, കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾ ആരും മനസ്സ് പോകണ്ട. ചെയ്യുന്നില്ല അർത്ഥത്തിലല്ല. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ.